ഹലോ കുട്ടികളെ, നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഒരു ചെറിയൊരു കാര്യം നോക്കാം. ശ്രദ്ധിച്ചോ, ഇതൊരു കണ്ടക്ടറാണ്. ഓക്കെ, ഇൻഫിനിറ്റ്ലി ലോങ് ആയിക്കോട്ടെ. ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിസ്റ്റേഡ് പ്രിൻസിപ്പിൾ പ്രകാരം നമുക്കറിയാം ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇതാണ് കണ്ടക്ടർ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് അങ്ങോട്ടായതുകൊണ്ട് ഇത് തമ്പ്, എന്ത് കറണ്ട്, ഈ കേളിങ് ഫിംഗേഴ്സ് ആണെന്ത് മാഗ്നറ്റിക് ലൈൻസ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക, മാഗ്നറ്റിക് ലൈൻസ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ മാഗ്നറ്റിക് ലൈൻസിൻ്റെ പുറത്ത് ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ ആ ടാൻജൻ്റാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ലൈൻസ്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ എന്താ, ഇങ്ങനെ ഔട്ട്വേർഡ്സ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയോ ഇൻവേർഡ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡോട്ടും ഇവിടെ ഒരു ക്രോസും ഇടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെന്താ ഡോട്ട് ഇടുന്നത്, ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആണെന്ന്. ഇതോ ക്രോസ് ഇൻവേർഡ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആണ്. അപ്പോൾ ഇതാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിലോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഇങ്ങനെയല്ലേ. അപ്പോൾ എന്താ, മേലെ ആയിരിക്കും ക്രോസ്, അടിയിൽ ഡോട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ ഈ പിക്ചർ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ കറണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിൽ ഇവിടെ ഡോട്ട്, ഇവിടെ ക്രോസ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ മുകളിൽ ക്രോസ്, അടിയിൽ ഡോട്ട്. ഓക്കെ, യെസ്. ഇത് ഞാൻ പറയാൻ കാരണം നമുക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്നോ, ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി ഇതാ ഇവിടെ മുകളിൽ ഇവിടെ ഒരു സർക്കുലാർ കോയിലുണ്ട്. അപ്പോൾ അടിയിലും കിടന്നോട്ടെ, ഇവിടെയും ഒരു സർക്കുലാർ കോയിലുണ്ട്. ഈ കറണ്ട് കോൺസ്റ്റൻ്റ് അല്ല, നമ്മളോട് പറയും എന്തെങ്കിലും ജസ്റ്റ് ഇൻക്രീസിങ് ആണെന്നൊക്കെ പറയും, ഇൻക്രീസിങ് ആണ്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, എന്ന് ബിയിലേക്ക് പോകുന്ന കറണ്ട് ഇൻക്രീസിങ് ആണ്, കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πa ആണല്ലോ ഇൻഫിനിറ്റി ലോങ് ആണെങ്കിൽ, എ അല്ലെങ്കിൽ ആർ. അപ്പോൾ μ0 B is proportional to I അല്ലേ. കറണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടേയിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന ചുറ്റിനുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുകളിലത്തെ കണ്ടക്ടർ എടുക്കാം. മുകളിലത്തെ കണ്ടക്ടർ എടുക്കുമ്പോൾ ഈ കറണ്ട് കൂടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഫ്ലക്സ്, ഈ മുകളിലത്തെ സർക്കുലാർ കോയിലുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ലെൻസ് ലോ പ്രകാരം നമുക്കറിയാം ഫ്ലക്സ്, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നത് കൊണ്ടാണ് ഫ്ലക്സ് ചേഞ്ച് ആവുന്നത്. അതിനെ ഒപ്പോസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ ഔട്ട്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടാതിരിക്കാൻ ഇൻവേർഡ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്താൽ മതി. ഇവിടെ ഇൻവേർഡ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ സൗത്ത് ഫോം ചെയ്യണം, സർക്കുലർ കോയിലിൻ്റെ സൗത്ത് ഫോം ചെയ്യണം. സൗത്താണ് ഇൻവേർഡ് ആ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ക്ലോക്ക് വൈസ്, സൗത്താണ് ക്ലോക്ക് വൈസ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന ഉണ്ടോ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടി എന്താ, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇതെങ്ങനെയായിരിക്കും, ഈ കറണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയാണ്. അപ്പോൾ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡ് കൂടുമ്പോൾ ഇൻവേർഡ് മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കണം. ദാറ്റ് മീൻസ് ഔട്ട്വേർഡ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ, ഔട്ട്വേർഡ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യണം, ഇവിടെ നോർത്ത് ഫോം ചെയ്യണം. അപ്പോൾ എന്താ, ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഫോർമാറ്റ്. അപ്പം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് പിക്ചറും ഒക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തോണം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കും. ഇതുപോലെ ഇനിയും ധാരാളമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.